എൻ്റെ കുഞ്ഞെ, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്നോ? ഇപ്പോൾ അവൾക്ക് ആവശ്യത്തിനുള്ള സ്വർണമൊക്കെ ഞങ്ങൾ എടുത്തതും മോള് കണ്ടതല്ലേ. ഇത്രയും വില കൂടിയിരിക്കുന്ന സമയത്ത്. കല്യാണത്തലേന്ന് രാവിലെ തന്നെ വന്ന അപ്പു അച്ചുവിൻ്റെ കയ്യിൽ ആ കല്ല് പതിപ്പിച്ച വളകൾ അണിയിച്ചു കൊടുക്കുന്നത് കാണെ രാധ പറഞ്ഞു. അതൊക്കെ ഉണ്ടായിക്കോട്ടെ മാമി, എത്ര ഉണ്ടായാലും എനിക്ക് എൻ്റെ അച്ചുവിന് ഇത് കൊടുക്കണം എന്നത് ഒരുപാട് നാളുകളായുള്ള ആഗ്രഹമായിരുന്നു. അതിന് വിലയൊന്നും ഒരു പ്രശ്നമല്ലെന്നേ. ആ വള കാണാൻ ഏതോ ഓർമ്മയിൽ കണ്ണു നിറച്ചു നിന്നവളെ ചുറ്റിപ്പിടിച്ച് കവളിൽ മുത്തിക്കൊണ്ട് അപ്പു പറഞ്ഞു. അതല്ല കുഞ്ഞെ, കാശിമോൻ്റെ കയ്യിൽ ഒരുപാട് കാശൊന്നുമില്ലാന്ന് ഞങ്ങൾക്കറിയാലോ. തറവാട്ടിൽ നിന്നോ അവൻ്റെ അച്ഛനിൽ നിന്നോ ഒന്നും അവൻ സ്വീകരിച്ചിട്ടുമില്ലല്ലോ. അതൊക്കെ ഓർത്തു പറഞ്ഞതാണ് മാമി. അതൊന്നും വാങ്ങാതെ ജീവിക്കാനുള്ളതൊക്കെ ദൈവം സഹായിച്ചു എൻ്റെ കാശിയേട്ടന് കിട്ടുന്നുണ്ട് മാമി. പിന്നെ ലോണും കാര്യങ്ങളുമൊക്കെ ആൾ കൃത്യമായി അടച്ചു പോകുന്നുണ്ട്. വലിയ ബുദ്ധിമുട്ടൊന്നും ഞങ്ങൾക്കില്ലെന്നേ. ഇനിയിപ്പോൾ എനിക്കൊരു ജോലി കൂടി കിട്ടിയാൽ എല്ലാം ഒന്ന് സെറ്റാകും. അവരുടെ ആശങ്ക കാണെ ചിരിയോടെ അപ്പു അവരെ കൂടെ ചേർത്ത് പിടിച്ചു. അമ്മ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇത് വേണ്ടായിരുന്നു അപ്പു. കാശിയേട്ടൻ്റെ ഒരാളുടെ സാലറിയിൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നടക്കണ്ടേ? രാധയെ പുറത്ത് ആരോ വിളിച്ച് അവരിറങ്ങിപ്പോയതും അച്ചു അവളോട് പറഞ്ഞു. എൻ്റെ അച്ചു, ഇതിപ്പോൾ കാശിയേട്ടൻ്റെ കടം വാങ്ങിയതൊന്നുമല്ല. ആളുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു, അങ്ങനെ വാങ്ങി വെച്ചതാണ്. അച്ചുവിൻ്റെ കയ്യിലെ മെഹന്തി ഡിസൈൻ നോക്കിക്കൊണ്ട് അപ്പു പറഞ്ഞു. കുറച്ച് വർഷമായിട്ടും നീ എൻ്റെ ഈ ആഗ്രഹം മറന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ, നിനക്ക് ഞാൻ അത്രയും പ്രിയപ്പെട്ടതാണ് എന്ന് ആലോചിക്കുമ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പൂസേ. അച്ചു സന്തോഷത്തോടെ വളയിലേക്ക് ഒന്നുകൂടെ നോക്കിയിട്ട് പറഞ്ഞു. നിന്റെ ആഗ്രഹങ്ങളെ മറന്നാൽ പിന്നെ അപ്പു എങ്ങനെയാണ് നിനക്ക് പിറക്കാത്ത സഹോദരിയാവും? അപ്പു അവളുടെ തോളിൽ ചാഞ്ഞിരുന്നു കൊണ്ട് പറഞ്ഞു. കുഞ്ഞിലെ എപ്പോഴോ സ്കൂളിലെ 1-ാം ക്ലാസ് കൂട്ടുകാരോട് വിഷമിച്ചിരിക്കുന്ന അപ്പുവിനെ ചേർത്ത് പിടിച്ച് അച്ചു പറഞ്ഞ അപ്പു എൻ്റെ സഹോദരിയാണ് എന്ന വാക്കുകൾ ഓർത്തുകൊണ്ട് വിടർന്ന ചിരിയോടെ പറഞ്ഞു. അതൊന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് എൻ്റെ അപ്പൂസേ, നീ എൻ്റെ കൂടപ്പിറപ്പ് തന്നെയാണ്. പറയുമ്പോൾ രണ്ടാളുടെയും കണ്ണുകൾ സന്തോഷം കൊണ്ടൊന്ന് കലങ്ങി. അപ്പു ഇന്ന് രാത്രി ഇവിടെ നിൽക്കട്ടെ കാശിയേട്ടാ, ഞാൻ പറഞ്ഞിട്ട് ഈ പെണ്ണ് കേൾക്കുന്നില്ല. കാശിയേട്ടൻ ഒന്ന് പറയോ ഇവളോട്? കല്യാണത്തലേന്ന് വൈകിട്ട് അച്ചുവിൻ്റെ വീട്ടിലെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് പോകാനിറങ്ങിയ അപ്പുവിനെ വിടാതെ പിടിച്ചു വെച്ചുകൊണ്ട് അച്ചു പറഞ്ഞു. അത് പിന്നെ എൻ്റെ ഡ്രസ്സൊക്കെ വീട്ടിലല്ലേ, രാവിലെ നേരത്തെ ഇങ്ങ് പോന്നാൽ പോരെ അച്ചു? അതുമല്ല എൻ്റെ കാശിയേട്ടൻ അവിടെ ഒറ്റയ്ക്കാവില്ലേ? അച്ചു ചോദിക്കുന്നത് കേട്ട് ഞെട്ടി നിന്ന കാശിയെ ഒന്ന് നോക്കിയിട്ട് ഒരു പരുങ്ങലോടെ അപ്പു ചോദിച്ചു. പറ്റില്ല, എനിക്കൊരു കൂട്ടിന് ഇന്നിവിടെ നിൽക്ക് പെണ്ണേ. രാവിലെ ഏട്ടൻ നിന്നെ അങ്ങ് കൊണ്ടുവിടും. ഒരു ദിവസത്തെ കാര്യമല്ലേ എൻ്റെ അപ്പൂസേ, കാശിയേട്ടൻ അഡ്ജസ്റ്റ് ചെയ്തോളും ഇല്ലേ ഏട്ടാ? അച്ചു അവനെ നോക്കിയൊരു കള്ളച്ചിരിയോടെ തിരക്കി. അച്ചു ചോദിക്കുന്നത് കേട്ട് ചിരിയടക്കി നിൽക്കുന്ന ആകാശിനെയും പാവം പോലെ മുഖമൊക്കെ ചുളിപ്പിച്ചു കെഞ്ചിക്കൊണ്ട് തന്നെ നോക്കുന്ന അച്ചുവിനെയും പെട്ടുപോയതുപോലെ നിൽക്കുന്ന അപ്പുവിനെയും മാറി മാറി നോക്കി ദയനീയമായി മൂളി കാശി. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, ഇനിയിപ്പോൾ അമലിൻ്റെ അടുത്ത് ഒന്ന് പോയിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ. ബുള്ളറ്റിൽ കയറിയിരുന്ന ആകാശിനോട് പറഞ്ഞിട്ട് അപ്പുവിനെ നോക്കി തലയാട്ടിക്കൊണ്ട് കാശി ബുള്ളറ്റ് ഓടിച്ചു പോയി. പാടി, നമുക്ക് മുറിയിലേക്ക് പോകാം. കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എൻ്റെ പെട്ടിയിൽ അടുക്കി വെക്കാനുണ്ട്. അപ്പുവിൻ്റെ കൈയും പിടിച്ച് വലിച്ച് വീടിനുള്ളിലേക്ക് നടക്കുമ്പോൾ അച്ചു പറഞ്ഞു. എന്താ അപ്പുവിൻ്റെ മുഖം വല്ലാതെ ഇരിക്കുന്നത്? അപ്പുവിൻ്റെ വാടിയ മുഖം കാണെ ഡ്രസ്സൊക്കെ അടുക്കി പെട്ടിയിൽ വെക്കുകയായിരുന്ന രാധയുടെ സഹോദരി രാജി തിരക്കി. അതോ, കൊച്ചിന് ഈ രാത്രി കെട്ടിയോനെ കാണാൻ പറ്റാത്ത സങ്കടമാണ് എന്ന് തോന്നുന്നു. ഈ പെണ്ണ് അതിനെ ആ പയ്യൻ്റെ കൂടെ പോവാൻ വിടാതെ പിടിച്ചു വെച്ചതാണ്. ചെറുചിരിയോടെ രാജിക്കുള്ള മറുപടി പറഞ്ഞത് അവരുടെയൊക്കെ സഹോദരൻ അജയൻ്റെ ഭാര്യ പ്രിയയായിരുന്നു. അതൊന്നുമല്ല ചേച്ചി, ഞാൻ വേറെന്തോ ഓർത്തിരുന്നതാണ്. കാശി ഒറ്റയ്ക്കാണ് എന്നോർത്ത് സങ്കടമാണെങ്കിലും എല്ലാവരും കൂടെ പറയുന്നതൊക്കെ കേൾക്കെ ചെറുചിരിയോടെ അവരോടൊപ്പം ചേരാൻ ശ്രമിച്ചുകൊണ്ട് അപ്പു പറഞ്ഞു. ഇനിയിപ്പോൾ അതാണ് കാര്യമെങ്കിലും ഇന്നൊരു ദിവസം നീ നിന്റെ കാശിയേട്ടനെ കാണണ്ട. അച്ചു ചിരിയോടെ അപ്പുവിനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. സാരമില്ല കേട്ടോ അപ്പു, കുറച്ച് ദിവസം കഴിയട്ടെ, ഇവളെയും ഇതുപോലെ പിടിച്ചു വയ്ക്കാൻ നമുക്ക് അവസരം കിട്ടും. രാജു പറഞ്ഞത് കേട്ട് അപ്പു മറുപടിയൊന്നും പറയാതെ മെല്ലെ ഒന്ന് ചിരിച്ചതേയുള്ളൂ. അപ്പു, ദേണ്ടേ മോളുടെ ഫോണല്ലേ ഇത്? ആരോ വിളിച്ചിരുന്നു കേട്ടോ. ഞാൻ എടുക്കാൻ ചെന്നപ്പോൾ കോൾ കട്ടായി. ആരാന്ന് നോക്കിയേ. അപ്പുവിൻ്റെ ഫോൺ ഹാളിൽ ചാർജ് കുത്തിയിട്ടിരിക്കുന്നതെന്ന് എടുത്തുകൊണ്ട് വന്ന് കൊടുത്തിട്ട് രാധ പറഞ്ഞു. അപ്പു ഫോൺ കയ്യിൽ വാങ്ങിയ നിമിഷം തന്നെ അതിലേക്ക് വീണ്ടും കോൾ വന്നു. കാശിയേട്ടനാണ് മാമി, വിടർന്ന ചിരിയോടെ പറഞ്ഞിട്ട് അപ്പു മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. കാശിയേട്ടാ. മുറിക്ക് പുറത്തിറങ്ങി കോൾ എടുത്ത് ചെവിയിൽ ചേർത്ത നിമിഷം പതിഞ്ഞൊന്ന് വിളിച്ചു അപ്പു. എൻ്റെ അപ്പൂട്ടാ, നീ ഇങ്ങനെയൊന്നും വിളിക്കല്ലേ പെണ്ണേ. അവളുടെ ആ പതിഞ്ഞ ശബ്ദത്തിലെ വിളി കേൾക്ക് ചെറിയൊരു ചിരിയോടെ പറഞ്ഞു കാശി. അതെന്താ അപ്പോ ഞാൻ വിളിച്ചാല്? എൻ്റെ കാശിയേട്ടനല്ലേ? പതുങ്ങി ചിരിച്ചുകൊണ്ടവൾ ചോദിച്ചു. നിന്റെ കാശിയേട്ടനാണ്, നിന്റെ മാത്രം കാശിയേട്ടൻ.
വല്ലാതെ മിടിക്കുന്ന ഇടനെഞ്ചിൽ മെല്ലെ ഒന്ന് തലോടിക്കൊണ്ട് കാശി പറഞ്ഞു. അമൽച്ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പോൾ വന്നേയുള്ളൂ കാശിയേട്ടാ. ഇപ്പോഴാണ് വന്നത്. ഇവിടെ വന്നാലും ഞാൻ ഒറ്റയ്ക്കല്ലേ എന്ന് ഓർത്തപ്പോൾ പിന്നെ അവന്മാരുടെ കൂടെ തന്നെ കുറച്ചു നേരം കൂടി. അച്ചുവിനെ അങ്ങനെ കണ്ടില്ലെന്ന് നടിച്ചു വരാൻ എനിക്ക് പറ്റില്ലല്ലോ കാശിയേട്ടാ. അതാ ഞാൻ. അപ്പുവിന് അവൻ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞപ്പോൾ കണ്ണൊക്കെ നിറഞ്ഞുവെങ്കിലും അവനത് അറിയാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അതൊന്നും സാരമില്ല എൻ്റെ അപ്പൂസേ. ഇനി കുറച്ചു മണിക്കൂറുകളല്ലേ ഉള്ളൂ. നാളെ രാവിലെ കാശിയേട്ടൻ്റെ കുറിഞ്ഞുപൂച്ച ഇങ്ങ് വരില്ലേ? പിന്നെന്താ? രാഗത്തിലെ അവരുടെ കിടപ്പുമുറിയിലെ ബെഡിൽ കിടക്കുന്ന അപ്പുവിൻ്റെ പില്ലോയിൽ മുഖം ചായച്ചു കിടന്നുകൊണ്ട് കാശി പറഞ്ഞു. അവൻ പറയുമ്പോൾ കണ്ണൊക്കെ നിറഞ്ഞ് സങ്കടം വന്നതിനാൽ മറുപടിയായി അപ്പു ഒന്ന് മൂളിയതേയുള്ളൂ. പോയി കിടന്നുറങ്ങിക്കോ അപ്പു, രാവിലെ എഴുന്നേക്കണ്ടേ. ചെല്ല്, കാശിയേട്ടൻ ഫോൺ വയ്ക്കുവാണേ പറഞ്ഞിട്ട് അപ്പുവിൻ്റെ മറുപടിക്ക് കാക്കാതെ ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞു കാശി. അതിരാവിലെ അച്ചുവിനെ അമ്പലത്തിൽ കൊണ്ടുപോകും വഴി അപ്പുവിനെ കാശിയുടെ അടുത്തെത്തിച്ചു ആകാശ്. എൻ്റെ അപ്പു, വേഗം റെഡിയായി അങ്ങ് എത്തിക്കൊള്ളണം കേട്ടല്ലോ, കാറിലിരുന്നു കൊണ്ട് അച്ചു വിളിച്ചു കൂവി. ഓ വന്നോളാം, അപ്പു ചിരിയോടെ പറഞ്ഞു. കാശി ചേട്ടാ, രാവിലത്തെ ഫുഡൊക്കെ വീട്ടിൽ വന്ന് കഴിക്കാവേ, വേഗം രണ്ടാളും റെഡിയായി വന്നേക്ക്, കാർ മുന്നോട്ട് എടുക്കുന്നേരം ആകാശ് ഓർമ്മിപ്പിച്ചു. വന്നോളാം, നിങ്ങൾ പോയിട്ട് വാ, അപ്പുവിനെ ചേർത്ത് പിടിച്ചു പറഞ്ഞുകൊണ്ട് കാശി അവരെ യാത്രയാക്കി. ഡി കുറിഞ്ഞുപൂച്ചെ, കാശിയേട്ടനെ തനിച്ചാക്കി ഇന്നലെ അവിടെ നിന്ന് കളഞ്ഞല്ലോ പെണ്ണേ നീ. ദേ ഈ നേരം വരെ ഉറക്കം പോലും ഇല്ലാതെ ടിവിയും കണ്ടു ഫോൺ നോക്കി സമയം കളയുകയായിരുന്നു ഞാൻ. വീടിനുള്ളിൽ കയറി വാതിലടച്ചതും അവളെ പൊക്കിയെടുത്തുകൊണ്ട് കാശി പറഞ്ഞു. ഞാനും ഉറങ്ങിയില്ല കാശിയേട്ടാ, എനിക്ക് ഉറക്കം വന്നില്ല. നേരം ഒന്ന് പുലർന്നാൽ എൻ്റെ ഈ കാശിക്കുട്ടൻ്റെ അടുത്തേക്ക് ഓടി വരാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഫോണെടുത്ത് സമയം നോക്കിയാണ് ഞാൻ കിടന്നത്. അവൻ്റെ കഴുത്തിലൂടെ കൈ ചുറ്റി പിടിച്ചു കിടന്നു അവൻ്റെ കവിളിൽ മെല്ലെ ഒന്ന് കടിച്ചിട്ട് പെണ്ണൊരു ചിരിയോടെ പറഞ്ഞു. എൻ്റെ കുഞ്ഞിൻ്റെ ചൂടില്ലാതെ ഈ മണമില്ലാതെ എനിക്ക് ഉറങ്ങാനും പറ്റിയില്ല. ഇനിയിപ്പോൾ നമുക്ക് കുറച്ചു നേരം കിടന്നുറങ്ങിയാലോ? അവളുടെ കവിളിൽ ചുണ്ട് ചേർത്തുകൊണ്ട് കാശി തിരകി. യോ, എൻ്റെ അച്ചുവിൻ്റെ കല്യാണമാണെന്ന് മറന്നുപോയോ കാശിയേട്ടാ? ഇനി ഉറങ്ങാനൊന്നും സമയമില്ലെന്നേ. അവൻ്റെ കയ്യിൽ നിന്ന് കുതറി ഇറങ്ങാൻ ശ്രമിച്ചുകൊണ്ട് അപ്പു പറഞ്ഞു. അങ്ങനെ ഞാനങ്ങ് വിടുമോ എൻ്റെ കുഞ്ഞിനെ? 11 മണിക്കല്ലേ മുഹൂർത്തം, നമുക്കൊരു 10 മണിക്ക് ഇവിടുന്ന് ഇറങ്ങാം. ഇപ്പോൾ സമയം 6:30, അപ്പോൾ 2 മണിക്കൂർ നമുക്ക് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാം. അവളെ കൊണ്ടുവന്ന് ബെഡിൽ കിടത്തി അവൾക്ക് മേലെ ചാഞ്ഞുകൊണ്ട് കാശി പറഞ്ഞു. ഒട്ടും ഉറങ്ങിയില്ലേ കാശിയേട്ടാ ചോദിച്ചുകൊണ്ട് അവൻ്റെ കവളിൽ തലോടി പെണ്ണ്. ഇല്ല എൻ്റെ കുഞ്ഞെ, ഇതേ അവസ്ഥയായിരുന്നു അന്ന് അമ്മയെ മലപ്പുറത്ത് കൊണ്ടുപോയപ്പോഴും. എനിക്ക് ഈ കുഞ്ഞു പെണ്ണില്ലാതെ ഒരു നിമിഷം പറ്റില്ല. അവളുടെ കഴുത്തിലൂടെ മുഖം പൂഴ്ത്തി വെച്ചുകൊണ്ട് കാശി പറഞ്ഞു. മറുപടിയൊന്നും പറയാതെ അവൻ്റെ തലയിൽ തലോടിക്കൊണ്ട് കണ്ണുകൾ അടച്ചു കിടന്നു അപ്പുവും. ഒന്ന് വേഗം റെഡിയാവുക കാശിയേട്ടാ, ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ഇനിയിപ്പോൾ കിടന്ന് ഉറങ്ങുമൊന്നും വേണ്ടെന്ന്. നോക്കിക്കേ, ഇപ്പം തന്നെ 10 മണിയായി. ഇനിയും താമസിച്ചാൽ ആ പെണ്ണ് എന്നെ ശരിയാക്കും. ഒരുക്കമൊക്കെ കഴിഞ്ഞ് കണ്ണാടിയിൽ ഒന്നുകൂടെ നോക്കി എല്ലാം സെറ്റാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് അപ്പു പറഞ്ഞു. നിന്നെ സാരി ഉടുക്കാൻ സഹായിച്ചത് കൊണ്ടല്ല അപ്പൂട്ടാ ഞാൻ കുറച്ചു വൈകിയത്. നീ ആ കണ്ണാടിയിൽ നോക്കിക്കേ, എൻ്റെ അപ്പു സാരിയൊക്കെ ഉടുത്ത് പൂവൊക്കെ ചൂടി ഒരുങ്ങി നിന്നപ്പോൾ എന്താ ഭംഗിയെന്ന്. ഇനിയും ഇങ്ങനെ നോക്കി നിന്നാൽ ഇന്ന് കല്യാണത്തിന് പോക്കൊന്നും നടക്കൂല. രാവിലെ ഞാൻ വേണ്ടെന്ന് വെച്ച പലതുമാവും നടക്കുന്നത് എൻ്റെ പൊന്നെ. ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞുകൊണ്ട് തലയൊന്നു കുടഞ്ഞ് അവളിൽ നിന്ന് നോട്ടം മാറ്റിക്കളഞ്ഞു കാശി. അപ്പു അവൻ്റെ ആ കാട്ടിക്കൂട്ടൽ കണ്ട് കണ്ണ് കുറിപ്പിച്ചൊന്ന് നോക്കി. കുറച്ച് കൂടുതൽ വഷളാകുന്നുണ്ട് കാശിയേട്ടൻ, അപ്പു ചിരി ഒളിപ്പിച്ചു പറയുമ്പോൾ അല്പം മുമ്പ് അവൻ്റെ വിരലിലും ചുണ്ടും നാവും പരതി നടന്നിടത്തൊക്കെ ഒരു തരിപ്പ് അനുഭവപ്പെട്ടു. ആടി കള്ളിപ്പെണ്ണെ, നീ മോളിയും പിടഞ്ഞുമൊക്കെ മനുഷ്യൻ്റെ നിയന്ത്രണം തെറ്റിച്ചിട്ട് ഇനിയിപ്പോൾ ഞാൻ വഷളനാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. വാച്ചെടുത്ത് കയ്യിൽ കെട്ടിക്കൊണ്ട് അവൻ ചുണ്ടു ചുളുക്കിക്കൊണ്ട് പറഞ്ഞു. എൻ്റെ പൊന്നോ മതി, എൻ്റെ കാശിയേട്ടൻ അപ്പൂട്ടൻ്റെ നല്ല കുട്ടിയാണ്. അവിടെ മുഹൂർത്തത്തിന് സമയമായി, ഇനിയെങ്കിലും പോകാമോ? അവൻ്റെ കയ്യിൽ പിടിച്ച് കൊണ്ട് എത്തി കുത്തി നിന്ന് ആ നെറ്റിയിൽ ചുണ്ട് ചേർത്തുകൊണ്ട് അപ്പു പറഞ്ഞു. പോവാം. അതിനു മുമ്പ് ബാക്കി പറയാതെ അവളെ വലിച്ചു നെഞ്ചിലേക്ക് ചേർത്ത് ആ കവളിൽ ചുണ്ടമർത്തി അവനും. അച്ചുവിൻ്റെ വീട്ടിലേക്ക് പോകാതെ നേരെ കല്യാണം നടക്കുന്ന ഹാളിലേക്കാണ് കാശിയും അപ്പുവും ചെന്നത്. അവിടെ ആ നേരം ചെക്കനെ സ്വീകരിക്കുന്ന തിരക്കിലായിരുന്നു. കാശി അവർക്കൊപ്പം ചേർന്നപ്പോൾ അപ്പു അച്ചുവിനെ ഒരുക്കുന്നിടത്തേക്ക് ഓടി. ഇപ്പോഴാണടി പട്ടി വരുന്നത്? മനുഷ്യൻ നോക്കിയിരുന്ന് കണ്ണ് കഴിച്ചു. അപ്പുവിനെ കണ്ടതും ഒരുക്കം ഒക്കെ കഴിഞ്ഞിരുന്ന അച്ചു ചാടി കടിച്ചുകൊണ്ട് തിരക്കി. എൻ്റെ പൊന്നച്ചു, വീട്ടിൽ ചെന്ന് കിടന്ന് ഉറങ്ങിപ്പോയടി, നീ ഒന്ന് ക്ഷമിച്ചേക്ക് പെണ്ണ്. തന്നെ തുറപ്പിച്ചു നോക്കി പേടിപ്പിക്കുന്ന അച്ചുവിൻ്റെ കവിളിൽ ചുണ്ട് ചേർത്തുകൊണ്ട് അപ്പു പറഞ്ഞു. ഞാൻ പുറത്തുണ്ടാവും കേട്ടോ, എന്തേലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. അവരുടെ വർത്തമാനമൊക്കെ കേട്ട് ചിരിയോടെ നിന്ന ബ്യൂട്ടീഷ്യൻ ചേച്ചി പറഞ്ഞു. അച്ചു അവർക്ക് നേരെ ഒരു ചിരിയോടെ തല കുലുക്കിയതും അവർ വാതിൽ ചാരി പുറത്തേക്ക് പോയി. ആ, നിന്റെ ഇന്നലത്തെ പ്രവൃത്തി ഞാൻ ക്ഷമിച്ചേക്കാം, പക്ഷേ ഇതിനൊരു ശിക്ഷയുണ്ട് അപ്പൂസേ. അടുത്ത് കിടന്ന കസേരയിലേക്ക് അപ്പുവിനെ പിടിച്ചിരുത്തിയിട്ട് അച്ചു ഒരു ചിരിയോടെ പറഞ്ഞു. ഇന്ന് രാത്രി
അമൽച്ചേട്ടൻ്റെ വീട്ടിൽ എന്നെ പിടിച്ചു നിർത്തുന്നത് ഒഴികെ നീ തരുന്ന എന്ത് ശിക്ഷയായാലും ഞാൻ സഹിച്ചോളാം പറഞ്ഞിട്ട് അപ്പു കള്ളച്ചിരിയോടെ അച്ചുവിനെ നോക്കി. എന്താടി അച്ചു? താനിതൊക്കെ പറഞ്ഞിട്ട് മിണ്ടാതെ നോക്കിയിരിക്കുന്നവളുടെ കയ്യിൽ ഒരു തട്ടു കൊടുത്തു അപ്പു. അപ്പു, എടി, എനിക്കേ താലികെട്ടിൻ്റെ നേരമായപ്പോൾ ആകെ ഒരു ടെൻഷൻ. അതുപോലെ ഇന്ന് രാത്രി അതാലോചിക്കുമ്പോൾ എനിക്ക് പേടികൊണ്ട് ബാത്റൂമിലൊക്കെ പോകാൻ തോന്നുന്നുണ്ട്. നിനക്ക് കല്യാണത്തിൻ്റെ അന്ന് ഇങ്ങനെയൊക്കെ തോന്നിയോടി? നഖം കടിച്ചുകൊണ്ട് അച്ചു അവളുടെ തോളിൽ ചാഞ്ഞിരുന്ന് ചോദിച്ചു. എൻ്റെ അച്ചുമ്മ, എൻ്റെ അന്നത്തെ അവസ്ഥ നീ ഒന്ന് ഓർത്തു നോക്കു പെണ്ണെ. കല്യാണം എന്നതോ അത് കഴിഞ്ഞുള്ള ജീവിതമോ അന്ന് എൻ്റെ ചിന്തയിൽ പോലും വന്നില്ലായിരുന്നു. പേടി, കാശേട്ടന് എനിക്ക് എന്ത് പേടിയായിരുന്നുവെന്ന് നിനക്കറിയില്ലേ? ആ മനുഷ്യൻ്റെ കൂടെ ഒരു വീട്ടിൽ താമസിക്കുന്നത് എന്നോർത്തുള്ള പേടിയും ടെൻഷനായിരുന്നു എനിക്കന്ന്. അതുകൊണ്ട് നിനക്കിപ്പോൾ ഉള്ള വിധത്തിലുള്ള ടെൻഷൻ എനിക്കില്ലായിരുന്നു. പിന്നെ അഭിയേട്ടനെ നിനക്ക് അറിയാത്തതല്ലല്ലോ. നിങ്ങൾ കൊണ്ടുപിടിച്ച പ്രേമത്തിലല്ലേ പെണ്ണെ? അപ്പു ചിരി ഒളിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. നീ ഈടായിട്ട് ഒരുപാട് വളർന്നു പോയപ്പോൾ എൻ്റെ അപ്പൂസ് പാവമായിരുന്നു. പക്ഷേ ഈ അപ്പൂസിനെ ആ കാശേട്ടൻ വളർത്തി വലിയ പെണ്ണാക്കി കളഞ്ഞു. അപ്പുവിനെ അടിപൊളി നോക്കിയിട്ട് അച്ചു ഒരു കളിയാക്കലോടെ പറഞ്ഞു. അപ്പു ചിരിയോടെ ഒന്നും മൂളി. അതെ, രണ്ടും കൂടെ കഥ പറഞ്ഞത് മതി. വാ, മുഹൂർത്തമാകുന്നു. രാജിയും കൂടെ കുറേ പെൺപടകളുമായി മുറിയിലേക്ക് ഇടിച്ചു കയറി വന്നുകൊണ്ട് പറഞ്ഞു. അയ്യോ, അച്ചു വെപ്രാളത്തോടെ ചാടി എഴുന്നേറ്റു. ഒന്നും പതിയെ അച്ചു, സാരിയിൽ ചവിട്ടി പിടിക്കരുത്. അച്ചുവിൻ്റെ വെപ്രാളം കണ്ട് അപ്പു അവളുടെ കയ്യിൽ പിടിച്ചു നേരെ നിർത്തിക്കൊണ്ട് പറഞ്ഞു. ഇത്രയും പരിചയമുള്ള ചെറുക്കൻ ദിവസവും കാണുന്നു, ഫോണിൽ സംസാരിക്കുന്നു, എന്നിട്ട് നിനക്ക് ഇത്രയും ടെൻഷനോ? ചോദിച്ചിട്ട് ഒരു ചിരിയോടെ അച്ചുവിനെ നോക്കി രാജി. എൻ്റെ ചെറിയമ്മേ, ചോദിച്ചതൊക്കെ ശരിയാണ്. പക്ഷേ കല്യാണം, ഇതെൻ്റെ ആദ്യത്തെ കല്യാണമല്ലേ? എന്തോ വലിയ കാര്യം പോലെ അച്ചു തിരക്കി. എൻ്റെ രാജി, ഈ പെണ്ണ് കല്യാണം എന്നൊക്കെ പറഞ്ഞ് ചാടിത്തുള്ളി നടന്നപ്പോൾ ഞാൻ കരുതി ഇന്നത്തെ ദിവസം ഇവൾ നല്ല പക്വതയോടെയൊക്കെ നിൽക്കുമെന്ന്. ഇതിപ്പോൾ എന്നത്തേക്കാൾ മോശമായിപ്പോയി. അച്ചുവിൻ്റെ വിറയാർന്ന കൈപിടിച്ച് കതിർമണ്ഡപത്തിലേക്ക് കൂട്ടുമ്പോൾ രാധ ചിരിയടക്കി പറഞ്ഞു. കൈയും കാലുമൊക്കെ വിറയ്ക്കുന്നമ്മേ, എനിക്ക് തല കറങ്ങുന്നുണ്ടപ്പോ. അച്ചു ഇടവും വലവും നിൽക്കുന്ന അപ്പുവിനോടും രാധയോടുമായി പറഞ്ഞു. ഒന്നുമില്ലെൻ്റെ അച്ചു, ഇന്ന് നിന്റെ കല്യാണം. ഇനി മുതൽ നിനക്കൊപ്പം തല്ലികൊള്ളി തരത്തിന് കൂട്ടായി അഭിയേട്ടൻ കൂടെ ഉണ്ടാവും. ഈ കല്യാണം കൊണ്ട് അത്രയും മാറ്റം മാത്രമേ ഉണ്ടാവൂ. അതുമാത്രം നീ ഇപ്പോൾ ചിന്തിച്ചാൽ മതി. അപ്പോൾ ഈ ടെൻഷനൊക്കെ അങ്ങ് മാറും. അച്ചുവിനായി കാത്തിരിക്കുന്ന അഭിക്കരികിൽ അവളെ കൊണ്ടുവന്നിരുത്തുമ്പോൾ അപ്പു അവളുടെ ചെവിയിൽ മെല്ലെ പറഞ്ഞു. പിന്നെ സ്റ്റേജിന് താഴെ തന്നെ കണ്ണു ചിമ്മാതെ നോക്കി നിൽക്കുന്നവനെ ഒന്ന് കണ്ണുരുട്ടി പേടിപ്പിച്ചു അപ്പു. കാശി ഒരു ചെറു ചിരിയോടെ ഇടനെഞ്ചിൽ കൈചേർത്ത് വെച്ച് അവളെ തന്നെ നോക്കി നിന്നു. പിന്നെ ഒന്നുകൂടെ അവനെ നോക്കാൻ ധൈര്യമില്ലാതെ പെണ്ണ് നോട്ടം മാറ്റി കളഞ്ഞു. കർമ്മി എടുത്തു കൊടുത്ത താലി ആ കഴുത്തിൽ ചേർക്കാൻ നേരം അഭി അനുവാദത്തിനായി അച്ചുവിനെ ഒന്ന് നോക്കി. അവൻ്റെ ആ നോട്ടം കാണെ പെണ്ണ് പേടിയും ടെൻഷനും ഒക്കെ മറന്ന് ചിരിച്ചുപോയി. അഭി നിറഞ്ഞ ചിരിയോടെ മഞ്ഞച്ചരടിൽ കോർത്ത താലി അച്ചുവിൻ്റെ കഴുത്തിൽ ചേർത്ത് 3 കെട്ട് മുറുക്കി. അയ്യേ, ഈ സെറ്റ് സാരി മുല്ലപ്പൂവും ഒന്നും വേണ്ട ഉമേച്ചി. അമലിൻ്റെ വീട്ടിലെ വൈകിട്ടത്തെ ഫംഗ്ഷൻ കഴിഞ്ഞ് വന്ന അച്ചുവിനോട് ഫ്രഷായി വരാൻ പറഞ്ഞ ഉമയുടെ കയ്യിലിരിക്കുന്ന സാരിയിലും പൂവിലുമൊക്കെ നോക്കി ഒരു ചമ്മലോടെ നോക്കിക്കൊണ്ട് പെണ്ണ് പറഞ്ഞു. വേണ്ടേ? അതെന്താ ഇപ്പോൾ വേണ്ടാത്തത്? പണ്ട് നീയല്ലേ അച്ചു പറഞ്ഞത് നിനക്ക് ഫസ്റ്റ് നൈറ്റിൽ സാരി ഉടുക്കണം, മുല്ലപ്പൂ തന്നെ വേണം, ഇതുപോലെ റോസിൻ്റെ ഇതളുകളും മുല്ലപ്പൂവുമൊക്കെ കൊണ്ട് ബെഡ് അലങ്കരിക്കണം എന്നൊക്കെ. അപ്പോൾ അവളോട് ചോദിക്കും, അച്ചു ഒന്ന് ഇളിച്ചു കാണിക്കൂ. അതൊക്കെ അന്നല്ലേ, ഇപ്പോൾ അതൊന്നും വേണ്ട. അച്ചു ആ ഇളിഞ്ഞ ചിരിയോടെ തന്നെ പറഞ്ഞു. ആണോ? ഉമ്മ ഒരു ചിരിയോടെ അവളുടെ കുട്ടിത്തം നിറഞ്ഞു നിൽക്കുന്ന നിഷ്കളങ്കമായ മുഖത്ത് നോക്കിക്കൊണ്ട് തിരക്കി. അച്ചു കുറച്ചുകൂടെ നിഷ്കളങ്കത വാരി വിതറിക്കൊണ്ട് മൂളി. പക്ഷേ നേരത്തെ നീ നിന്റെ ആഗ്രഹം പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞാണ് ഇതൊക്കെ വാങ്ങിയത്. ഇനിയിപ്പോൾ മോൾക്ക് ഇത് വേണ്ടാന്ന് പറയാനൊന്നും പറ്റില്ല. മര്യാദയ്ക്ക് ഇത് കൊടുത്ത് റൂമിൽ വയ്ക്കോ. പാപം അവിയേട്ടൻ അവിടെ കാത്തിരിപ്പാവും. അച്ചുവിൻ്റെ കാട്ടിക്കൂട്ടുകൾ കണ്ട് ചിരിയടക്കി നിൽക്കുന്ന ഉമ്മയെ കണ്ണുരുട്ടി പേടിപ്പിച്ചുകൊണ്ട് അപ്പു അച്ചുവിനോട് പറഞ്ഞു. അപ്പു, അത് വേണോടി? അച്ചു മടിയോടെ തിരക്കി. വേണം, ഇന്ന് ഇത് തന്നെ വേണം അല്ലേ ഉമ്മേച്ചി? സാരി കയ്യിലെടുത്ത് കൊടുത്ത് അപ്പു ഒരു ചിരിയോടെ തിരക്കി. ഉമ്മ മറുപടിയൊന്നും പറയാതെ രണ്ടിനെ മാറി മാറി നോക്കി ചിരിയടക്കി. ഒടുവിൽ എപ്പോഴോ അച്ചു പറഞ്ഞു വെച്ചൊരു ആഗ്രഹം പോലെ സെറ്റ് സാരി ഉടുത്ത് തല നിറയെ മുല്ലപ്പൂ ചൂടി അണിയിച്ചൊരുക്കി അഭിയുടെ റൂമിൽ എത്തിച്ച ശേഷമാണ് അപ്പു കാശിക്കൊപ്പം വീട്ടിലേക്ക് തിരിച്ചത്. എന്താണ് എൻ്റെ അപ്പൂട്ടന് ഒരു ചിരിയും നാണവുമൊക്കെ? അമലിനോടും ഉമ്മയോടുമൊക്കെ യാത്ര പറഞ്ഞ് ഇരുവരും കൈകോർത്ത് പിടിച്ച് വീട്ടിലേക്ക് നടക്കുമ്പോൾ അപ്പുവിൻ്റെ ചുവന്ന മുഖം കാണെ കാശി തിരക്കി. ഓ, എൻ്റെ അച്ചൂസിൻ്റെ പേടിയും പിടപ്പും ഒന്ന് കാണേണ്ടതായിരുന്നു കാശിയേട്ടാ. ഒരു വിധത്തിലായിരുന്നു പെണ്ണിനെ അഭിയേട്ടൻ്റെ റൂമിൽ എത്തിച്ചത്. ഞാൻ കരുതിയത് എൻ്റെ അച്ചുവിന് ഈ കാര്യത്തിലൊക്കെ നല്ല ധൈര്യമുണ്ടെന്നാണ്. പറഞ്ഞിട്ട് അപ്പു ഒരു ചിരിയോടെ അവനെ നോക്കി. ഏത് കാര്യത്തിൽ ധൈര്യമുണ്ടെന്നാണ് എൻ്റെ അപ്പൂട്ടൻ കരുതിയത്? അവളെ തൻ്റെ ദേഹത്തേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് കാശി തിരക്കി.
അത് അത് പിന്നെ ഒന്നുമില്ല. അപ്പു നാണത്താൽ മുഖം തിരിച്ചു കളഞ്ഞു. എൻ്റെ അപ്പൂസേ, എൻ്റെ കുഞ്ഞു പൂച്ചയുടെ ഈ നാണമൊക്കെ കാണുമ്പോൾ എനിക്കേ എന്തൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അവളെ അങ്ങനെ തന്നെ പിടിച്ചു കൊണ്ടവൻ വീടിൻ്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. ഇപ്പോൾ ഒന്നും തോന്നണ്ട, എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. കാശിയുടെ കയ്യിൽ നിന്ന് ഊന്നിറങ്ങി വീടിനകത്തേക്ക് ഓടിപ്പോയി കളഞ്ഞു അപ്പു. ഈ പെണ്ണ്. കാശി സ്വയം പറഞ്ഞുകൊണ്ടൊരു ചിരിയോടെ വാതിലൊക്കെ അടച്ചു പൂട്ടി ഹാളിലും പുറത്തുമൊക്കെ ലൈറ്റ് ഓഫ് ചെയ്തുകൊണ്ട് മുറിയിലേക്ക് വരുമ്പോൾ അപ്പു ബാത്റൂമിലായിരുന്നു. ഈ നേരത്ത് പോയി തല നനച്ചോ അപ്പു? എന്തേലും അസുഖം വരുത്തി വരിക്കാൻ? ദേ, തല നന്നായിട്ട് തുടച്ച്, ഇല്ലെങ്കിൽ ഇങ്ങു തന്നെ, ഞാൻ തുടച്ചു തരാം. രാത്രി തല നനയ്ക്കരുത് എന്ന് എത്ര പറഞ്ഞാലും കേൾക്കരുത് കേട്ടോ. തല നേരെ തുടയ്ക്കാതെ മുടിയിൽ നിന്ന് വെള്ളം ഇറ്റി വീഴുന്നത് കണ്ട് വഴക്കു പറഞ്ഞുകൊണ്ട് തന്നെ അവളുടെ കയ്യിൽ നിന്ന് തോർത്തു വാങ്ങി തല തുടച്ചു കൊടുത്തു കാശി. അവൻ്റെ മുഖത്ത് മാറി മാറി തെളിഞ്ഞ ദേഷ്യം, സ്നേഹം, പ്രണയം, വാത്സല്യം ഒക്കെ അപ്പു കണ്ണെടുക്കാതെ നോക്കി നിറഞ്ഞ ചിരിയോടെ അവനോട് ചേർന്ന് നിന്നു.